നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ആഴ്ച നിങ്ങൾക്കെങ്ങനെ? അതായത് ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള നക്ഷത്ര വാരഫലമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം ഈ വരാനിരിക്കുന്ന ആഴ്ച. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും. അതായത് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ ശമനം കിട്ടുന്നതാണ് വരാനിരിക്കുന്ന ആഴ്ച. കൂടാതെ നല്ല ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നേറാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് മനസ്സമാധാനക്കുറവ് ഈ ആഴ്ച അനുഭവിക്കാൻ യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല മികച്ച സമയമാണ് വരാനിരിക്കുന്ന ആഴ്ച. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആഴ്ച അത്ര മെച്ചപ്പെട്ട ഒരാഴ്ചയല്ല. പെട്ടെന്നുള്ള ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം അവരുടെ കയ്യിൽ പണം നിൽക്കാത്ത ഒരവസ്ഥയാണ് ഈ ആഴ്ച കാണുന്നത്. അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ അല്ലെങ്കിൽ ബന്ധുക്കളിൽപ്പെട്ട മുതിർന്നവരുമായി വാക്കുതർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സമയമാണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന വാരത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആഴ്ച തൊഴിൽ മേഖലയിൽ മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയതായി മികച്ച വരുമാനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാതൃഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വരാനിരിക്കുന്ന ആഴ്ച നല്ല ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പിതൃഗുണം ഉണ്ടാവുന്നതായിരിക്കും. അതായത് പിതൃക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാവുന്നതാണ്. കൂടാതെ വരാനിരിക്കുന്ന ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് മാനസിക സംഘർഷം കൂടുതലായിരിക്കും. എന്നിരുന്നാലും ജീവിത പങ്കാളിയിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നത് മൂലം ഈ സംഘർഷങ്ങളൊക്കെ കുറച്ച് കുറയുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായി ഇവരുടെ കുറച്ച് മുൻകോപങ്ങളൊക്കെ കുറച്ച് ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ ഒത്തുപോകാൻ നോക്കണം. എങ്കിൽ മാത്രമേ മനസ്സമാധാനക്കുറവ് മാറിക്കിട്ടുകയുള്ളൂ. ഇതുമൂലം ജീവിത പങ്കാളിയുടെ അടുത്ത് നിന്ന് ഒരു പിന്തുണ ലഭിക്കുകയും അതുമൂലം കുറേയേറെ മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കും. അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ അടുത്ത് നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയേറെയാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം മകയിര നക്ഷത്രമാണ്. ഇവരുടെ പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഇവർ സ്വയം എടുക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികപരമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും നല്ലൊരു ജീവിത പങ്കാളിയെ, അതായത് മനസ്സിനിണങ്ങിയ തരത്തിലുള്ളൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതുമായിരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയതായി ജോലി ലഭിക്കാനും അതിൽ നിന്ന് മികച്ച വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നു. യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കുന്നതായിരിക്കും. സാമൂഹിക രംഗത്തും സാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ള യോഗവുമുണ്ട്. ഈ പുതിയ സുഹൃത്തുക്കൾ കാരണം ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. വരാനിരിക്കുന്ന ആഴ്ച ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും അയൽവാസികളിൽ നിന്നുമെല്ലാം ഇവർക്ക് സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. തടസ്സപ്പെട്ടു കിടക്കുന്ന തടസ്സങ്ങളെല്ലാം നീക്കി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നതാണ്. മാനസിക സംഘർഷങ്ങളെല്ലാം ശമിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് മേഖലയിൽ നല്ലൊരു പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതായിരിക്കും.
അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ്. തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ കുറച്ചൊക്കെ ശമിക്കുകയും തൊഴിൽ രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ മാതാവിന് ശരീരസൗഖ്യം കുറച്ചു കുറയുന്നതാണ്. കൂടാതെ ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയേറെയാണ്. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ കുറച്ചേറെ ശ്രദ്ധ ചെലുത്തേണ്ടതായുണ്ട്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിലുണ്ടായിരുന്ന വാക്കുതർക്കങ്ങളൊക്കെ മാറുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ്. പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ പോകുന്നതിനുള്ള യോഗം ഉണ്ടാവുന്നതാണ്. പുറമേ ഉള്ളവരുമായി വാക്കുതർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. വരാനിരിക്കുന്ന ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ഏറെ അലയേണ്ടതായി വരുന്നു. വിശ്രമ സമയം വളരെ കുറവായിരിക്കും. സഹോദരങ്ങൾക്കായി കുറച്ചേറെ പണം ചിലവാക്കേണ്ടതായി വരുന്നു. ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയസാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അടുത്തത് മകം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയേറെയാണ്. പ്രേമവിവാഹങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതാണ്. കടബാധ്യതകളെല്ലാം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. ദമ്പതികൾ തമ്മിലുള്ള വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കുറയുന്നതായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന നിരാശയെല്ലാം അകന്നു പോകുകയും പല ആഘോഷങ്ങളിലും പങ്കെടുക്കേണ്ടതായി വരികയും ചെയ്യുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്കും ഏറെ ഗുണകരമായ സമയമാണ്. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക്, തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും പുതിയ തൊഴിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആഴ്ച നല്ല സമയമാണ്. കുടുംബത്തിലും ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും വാതസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവർ പുതിയ ഗൃഹം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഗൃഹത്തിന്റെ നിർമ്മാണത്തിനുള്ള ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയേറെയാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനു വേണ്ടി ഏറെ പണം ചിലവാക്കുന്ന ഒരാഴ്ചയാണ് വരാനിരിക്കുന്നത്. ഗൃഹാന്തരീക്ഷം വളരെ സന്തോഷവും സമാധാനപരവുമായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നതാണ്. മത്സര പരീക്ഷയിൽ വിജയം കൈവരുന്നതായിരിക്കും. എന്നിരുന്നാലും ലഹരി വസ്തുക്കളിൽ ഉള്ള താല്പര്യം കുറച്ചേറെ ആയിരിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണ അനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വാസസ്ഥലം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരും. അതായത് ചിലർക്ക് പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോവേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെയേറെ സഹായങ്ങൾ ലഭിക്കുന്ന ഒരാഴ്ചയായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സിന് സന്തോഷം ലഭിക്കുകയും അതിൽ നിന്ന് വിജയമുണ്ടാവുകയും ചെയ്യുന്നതാണ് വരാനിരിക്കുന്ന ആഴ്ച. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്ന് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാവുകയും അതുപോലെയുള്ള വാർത്തകൾ സന്താനങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇടവരുകയും ചെയ്യുന്നതാണ്. പല കാര്യങ്ങളിലും കൂട്ടുകാരുടെ ഇടപെടൽ മൂലം വിജയം കൈവരാൻ സാധ്യതയുണ്ട്. കൂടാതെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധനസഹായത്തിന് സാധ്യതയേറെയാണ്. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗദുരിതങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നതാണ്.
അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയതായി ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായി വരുന്നതാണ്. പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊക്കെ ചെറിയ രീതിയിലുള്ള ശമനം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ കുറയുന്നതാണ്. ശാരീരിക അസുഖങ്ങൾ ശമിക്കുന്നതായിരിക്കും. പുതിയ വീടെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ വീടിന്റെ നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. പണമിടപാടിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ പണമിടപാട് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നടത്താൻ. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. അടുത്തത് അനിഴ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ ഏറെ നാളുകളായി തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇത് മുഖേന ഒഴിവായി പോവുകയും ചെയ്യുന്നതാണ്. പുതിയതായി ഭവനം മേടിക്കാനോ വസ്തു മേടിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നതാണ്. ബന്ധുക്കൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായി വരുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് മാനസികമായി കുറച്ച് അസംതൃപ്തി ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. മനസ്സിൽ വിഷമങ്ങൾ വരുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കേണ്ടതായോ പ്രവൃത്തികൾ അനുഭവിക്കേണ്ടതായും വരുന്നു. സഹോദരങ്ങളിൽ നിന്ന് വളരെയേറെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയേറെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്വന്തം ഉത്തരവാദിത്തം കുറച്ച് വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കാൻ യോഗം ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അതിലെല്ലാം വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കാർഷിക മേഖലകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ധനപരമായിട്ടുള്ള വരവ് കുറച്ച് കുറഞ്ഞിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ധനനഷ്ടത്തിന് യോഗം ഉണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നു. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ആഴ്ച കുറച്ചേറെ അലച്ചിൽ വേണ്ടതായി വരുന്നു. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും പുനരാരംഭിക്കേണ്ടതായി വരുന്നു. അതിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസയും തൊഴിൽ കയറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ ചേർന്ന് യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ്. തൊഴിൽ രംഗത്ത് ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയേറെയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് രോഗശമനം ലഭിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം മാറ്റി വേറെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഏറെയാണ്. കളഞ്ഞുപോയ രേഖകളൊക്കെ തിരികെ കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുകയും അതിൽ നിന്ന് മനസ്സിന് വളരെയേറെ സന്തോഷം ലഭിക്കുന്നതുമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കായി പണം ചിലവാക്കേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ അമ്പലം പോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള യോഗവും അതിൽ നിന്ന് മനസ്സിന് വളരെയേറെ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ പലതവണ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യം പെട്ടെന്ന് തന്നെ, അതായത് അപ്രതീക്ഷിതമായി അത് നടന്നു കിട്ടുന്നതായിരിക്കും. കൂടാതെ ബന്ധുമിത്രാദികളിൽ നിന്ന് വിരോധം വരാതെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കുമ്പോൾ വളരെയേറെ
മനസ്സിന് നിയന്ത്രണം കൊടുത്തു വേണം സംസാരിക്കാൻ. അല്ലാത്ത പക്ഷം അതൊരു കലഹത്തിനൊക്കെ വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ സ്വന്തം പ്രയത്നം കൊണ്ട് കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതായിരിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല വിജയം കൈവരുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളൊക്കെ കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അതിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതായി വരുന്നു. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചകൾ ഉണ്ടാവുന്നതാണ്. അതുമൂലം മനസ്സിൽ സ്വസ്ഥത കുറവ് ഉടലെടുക്കുന്നതാണ്. സ്വന്തം കഴിവ് കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദീർഘയാത്രകൾ വേണ്ടി വരുന്നതായിരിക്കും. വീട്ടിലേക്ക് ആവശ്യമായ പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങേണ്ടതായി വരുന്നു. ഈ നക്ഷത്രക്കാരുടെ പിതാവിന് കുറച്ച് രോഗാരിഷ്ടതകൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതുമാണ്. തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയും പുതിയ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയം തന്നെയാണ്. അതിൽ നിന്ന് പുരോഗതി ഉണ്ടാവുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. മുതിർന്നവരിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. അതായത് താൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ പഴി കേൾക്കേണ്ടതായി വരുന്നു. തന്മൂലം മനസ്സിന് അസ്വസ്ഥത കുറവും വിഷമവും ഉണ്ടാവുന്നതാണ്. കുടുംബത്തോടൊപ്പം ദീർഘയാത്രകൾ ചെയ്യേണ്ടതായി വരുന്നു. തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങളാണ് കൈവരുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ ലാഭകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ്.